ഹലോ മക്കളെ, വെൽക്കം ടു ടേക്ക് ഇറ്റ് ഈസി. ഇന്ന് നമുക്ക് 1ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠം പഠിക്കാം കേട്ടോ. എന്താ 1ാമത്തെ പാഠത്തിൻ്റെ പേര് നോക്കിയേ? ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. ഓക്കെ, ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. ഇത് ബസ്സും കാറും നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നില്ലേ? നോക്കി, ആ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് നോക്കിയേ നിങ്ങൾ. ബസ്സുണ്ട്, കാറുണ്ട്, പിന്നെ കുറേ മരങ്ങൾ, ട്രീസ് ആർ ദർ. Then what else? Mouse is there. There is a police officer, അല്ലേ? ഒരു bear ഉണ്ട്. See? Cocks are there. Hen is there. എല്ലാവരും ഉണ്ട് അല്ലേ? സോ ബസ് ഹോൺ അടിക്കുന്നതിൻ്റെ സൗണ്ടാണ് ഹോങ്ക് എന്ന് പറയുന്നത്. കാർ ഹോൺ അടിക്കുന്നതിനെയാണ് ടൂട്ട് എന്ന് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ഓക്കെ, നോക്കിയേ, എന്താ ഇവിടെ കാണുന്നേ? റീഡ് ഇറ്റ്. ദിസ് ഈസ് എ ബസ്. A blue bus. The bus is big. എന്താ പറഞ്ഞേ? This is a bus. A blue bus. The bus is big. What is this? This is a bus. Okay. And what is the color of the bus? Blue color. അല്ലേ? And size എങ്ങനെയാ? Is it small or is it a big one? The bus is a big one. അല്ലേ? നമുക്കറിയാം, വലിയതല്ലേ ബസ്. സോ റീഡ് ഇറ്റ് അഗെയിൻ. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നോക്കണം കേട്ടോ. വീഡിയോയിലേക്ക് അല്ല നോക്കേണ്ടത്, ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുക. എന്നിട്ട് റീഡ് ചെയ്യുക. ദിസ് ഇസ് എ ബസ്, എ ബ്ലൂ ബസ്. ദ ബസ് ഇസ് ബിഗ്. ബ്ലൂവിൻ്റെ സ്പെല്ലിംഗ് പഠിച്ചോ? BLUE, ബ്ലൂ. ബിഗിൻ്റെ പഠിക്ക്, BIG, ബിഗ്. പഠിച്ചില്ലേ? സോ ടെൽ മീ, വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബസ്? എല്ലാവരും പറഞ്ഞു വെച്ചത് പറഞ്ഞേ. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബസ്? യെസ്, വെരി ഗുഡ്. ബ്ലൂ അല്ലേ? യെസ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ ബ്ലൂ കളർ ബസ് കണ്ടു അല്ലേ? ഇനി പറഞ്ഞേ, നിങ്ങൾക്ക് അറിയുന്ന കുറേ കളേഴ്സ് പറഞ്ഞേ, ഏതൊക്കെയാണെന്ന് നോക്കട്ടെ. പറയും, സ്റ്റാർട്ട് ചെയ്തോ. യെസ്, ആരോ ഒരാൾ റെഡ് പറഞ്ഞല്ലോ. വെരി ഗുഡ്. റെഡ്, ദെൻ ബ്ലൂ. ഓക്കെ, ദെൻ ഗ്രീൻ. വെരി ഗുഡ്. യെല്ലോ, ഓറഞ്ച്, ബ്ലാക്ക്, വൈറ്റ്, purple, pink and so many other colors are there അല്ലേ? കുറേ കളേഴ്സ് ഉണ്ട് അല്ലേ? ഇവിടെ കുറച്ച് എക്സാമ്പിൾ ടീച്ചർ തന്നു എന്ന് മാത്രം, ഇനി ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാ കളറും നിങ്ങൾ പറഞ്ഞു നോക്കണം കേട്ടോ. ബ്ലൂ കളർ ബസ് പഠിച്ചതുപോലെ എല്ലാ കളേഴ്സിൻ്റെ പേരും നിങ്ങളിപ്പോൾ പറഞ്ഞു നോക്കുക. ഓക്കെ, യെസ്. അടുത്ത പേജിൽ എന്താ നമ്മൾ കാണുന്നത്? ആരെയാ കാണുന്നത്? ഒരു കാറുണ്ട് അല്ലേ? യെസ്, എന്താ വായിച്ചേ അവിടെ? This is a car, a red car. The car is small. ഇതൊരു കാറാണ്. This is a car. എന്താ കാറിൻ്റെ കളറ്? What is the color of the car? A red car. And size of the car is small. ബസ് ബിഗ് ആണ്, കാറ് സ്മോൾ ആണ്. സോ ബിഗിൻ്റെ ഓപ്പോസിറ്റ് എന്താ? സ്മോൾ. ബിഗ്, സ്മോൾ. ഓക്കെ, കളർ, ബസ്സിൻ്റെ കളർ നമ്മൾ ബ്ലൂ പഠിച്ചു. ഇവിടെ കാറിൻ്റെ കളർ റെഡ് പഠിച്ചു. ഓക്കെ, പിന്നെ ബിഗ് സൈസ് പഠിച്ചു, സ്മോൾ സൈസ് പഠിച്ചു. ബിഗിൻ്റെ ഓപ്പോസിറ്റ് സ്മോൾ. ഓക്കെ, ദിസ് ഇസ് എ കാർ, എ റെഡ് കാർ. ദ കാർ ഈസ് സ്മോൾ. ഓക്കെ, ഇപ്പോൾ ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞു. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ കാർ? പറയ്. വെരി ഗുഡ്. റെഡ് കാർ അല്ലേ? വെരി ഗുഡ്. നോക്കിയേ, ബസ് പാട്ടൊക്കെ പാടിക്കൊണ്ട് റോഡിലേക്കൂടെ വരുന്നത് അല്ലേ? നോക്കിയേ, എന്ത് പാട്ടാണ് പാടുന്നത് നോക്കിയേ. ഐ ആം എ ബസ്, ഐ ആം എ ബസ്, ഹോങ് ഹോങ് ബസ്. എന്ത് പറയുന്നത്? ഐ ആം എ ബസ്, ഐ ആം എ ബസ്, ഹോങ് ഹോങ് ബസ്. പാട്ട് പാടിക്കൊണ്ട് വരിക അല്ലേ? ഞാനൊരു ബസ്സാണ്, ഞാൻ ഹോങ് ഹോങ് എന്ന് ഹോൺ മുഴക്കുന്ന ബസ്സാണെന്നാണ് ബസ് പറയുന്നത്. ഓക്കെ, ഇനി താഴെ പറയുന്നുണ്ട്, ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. എവിടെയാണ് ബ്ലൂ ബസ് ഉള്ളത്? ഇറ്റ് ഈസ് ഓൺ ദ റോഡ്. ഓക്കെ, ROAD, റോഡ്. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. ROAD, റോഡ്. ബ്ലൂവിൻ്റെ സ്പെല്ലിംഗ് പറഞ്ഞു നോക്ക് എല്ലാവരും, വേഗം പറഞ്ഞേ. യെസ്, വെരി ഗുഡ്. BLUE, ബ്ലൂ. ബസ്, BUS, ബസ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വേർ ഇസ് ദ ബസ് ഗോയിങ്? എവിടേക്കാണ് ബസ് പോകുന്നത്? നിങ്ങൾ പറഞ്ഞു, എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് പറഞ്ഞു. ഓക്കെ,
ദ ബസ് ഈസ് ഗോയിങ് ടു തിരുവനന്തപുരം. ഓക്കെ, ദ ബസ് ഈസ് ഗോയിങ് ടു കണ്ണൂർ. ദ ബസ് ഈസ് ഗോയിങ് ടു ദ മാർക്കറ്റ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം, നമ്മുടെ ഇഷ്ടത്തിന് ആൻസർ പറയാം. ഓക്കെ, അവരേതായാലും എവിടെയാണെന്ന് പറയുന്നില്ലല്ലോ. സോ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ പറയുന്നത് ബസ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അല്ലേ. പക്ഷേ ഇപ്പോൾ ബസ് എവിടെയുള്ളത്? ഇറ്റ് ഈസ് ഓൺ ദ റോഡ്. റോഡിലാണ് ബസ് ഉള്ളത്. ഓക്കെ, ബ്ലൂ കളർ ബസ്. ഇനി ബസ്സിൻ്റെ പാട്ട് കേട്ടു അല്ലേ. ഇനിയിപ്പോൾ ഏതാ കാറ് പാട്ട് പാടുന്ന? എന്താ പാടുന്നത് നോക്കിയേ. I am a car, I am a car, toot toot car. I am a car, I am a car, toot toot car. അല്ലേ, ടൂട്ട് ടൂന്ന് ഹോൺ മുഴക്കുന്ന കാറാണ് ഞാനൊരു കാറാണ് എന്നാണ് എന്ത് പറയുന്നത്. ഏത് കളറായിരുന്നു? റെഡ് കളർ കാർ പറയുന്നത്. പിന്നെയോ, ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. എവിടെയുള്ളത് റെഡ് കാർ? ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. ഓക്കെ, RED റെഡ്. ബ്ലൂ പറഞ്ഞ് BLUE ബ്ലൂ. CAR കാർ. ഇനി അടുത്ത ചോദ്യം ചോദിക്കുന്ന, വേർ ഈസ് ദ കാർ ഗോയിങ്? എഗെയിൻ അതും നമ്മുടെ ഇഷ്ടത്തിന് പറയാം. എവിടേക്കെങ്കിലും പോലെ കണ്ണൂരേക്കാണ്, കോഴിക്കോടേക്കാണ്, തിരുവനന്തപുരത്തേക്കാണ്, ടു ബാംഗ്ലൂർ അല്ലേ, എവിടേക്ക് വേണമെങ്കിലും പോകാമല്ലോ കാറിന്. ടു ദ മാർക്കറ്റ്, ടു ഓഫീസ്, ടു സ്കൂൾ, എവിടേക്ക് വേണമെങ്കിലും പറയാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പറഞ്ഞു. ഓക്കെ, എവിടേക്കാണ് കാറ് പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു. പക്ഷേ അതൊന്നുകൂടെ വായിച്ച് നോക്കിക്കോ. I am a car, I am a car, toot toot car. The red car is on the road. അടുത്തത് ഇനി എന്താ പറയുന്നത് നോക്കിയേ. ബസ് പറയലാണ് I have a horn. I have a horn. Honk honk horn. എങ്ങനെയാണ് ഹോൺ ഉണ്ടാവുക? ബസ്സിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്നാണ് പറയുന്നത്? ഹോങ്ക് ഹോങ്ക്. സോ ദ ബസ് ഹാസ് എ ഹോൺ. ഇറ്റ് സൗണ്ട്സ് ഹോങ്ക് ഹോങ്ക്. ഒന്നുകൂടെ പറഞ്ഞേ. ഐ ഹാവ് എ ഹോൺ. ഹോങ്ക് ഹോങ്ക് ഹോൺ. അടിയിൽ എന്താ എഴുതിയെന്ന് വായിച്ച് നോക്കൂ. ദ ബസ് ഹാസ് എ ഹോൺ. ഇറ്റ് സൗണ്ട്സ് ഹോങ്ക് ഹോങ്ക്. ഇനി എന്താ അവർ ചോദിക്കുന്നത്? ഡസ് ദ ബസ് ഹാവ് ഓൺലി എ ഹോൺ? നെയിം ദ അതർ പാർട്സ് ഓഫ് ദ ബസ്. ഈ കാണുന്ന ബസ്സിന് നമുക്ക് ഒരു ഹോണ് മാത്രമേ ഉള്ളൂ? അല്ല അല്ലേ, ബസ്സിന് കുറേ അധികം പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണുള്ളത് നിങ്ങൾ പറഞ്ഞു നോക്കിയേ. ബസ്സിൻ്റെ ഓരോ പാർട്സും പറഞ്ഞു നോക്കിയേ. ബസ്സിന് ടയറുണ്ട്, വിൻഡോസ് അല്ലേ, വിൻഡോസ് ഉണ്ട്, പിന്നെന്താ ഉള്ളത്? മിറേഴ്സ് ഉണ്ട്, കണ്ണാടിയില്ലേ, ജനലുണ്ട്, കണ്ണാടികളുണ്ട്. പിന്നെ വൈപ്പറില്ലേ, വെള്ളമൊക്കെ തുടച്ചാൽ വൈപ്പർ വേണ്ടേ, വൈപ്പറുണ്ട്. പിന്നെന്താ ഉള്ളത്? ഡോറുണ്ട് അല്ലേ, വാതിൽ തുറക്കണ്ടേ, വാതിൽ തുറന്നാലല്ലേ ആൾക്കാർക്ക് കയറാൻ പറ്റുള്ളൂ. വാതിലുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ലൈറ്റ് ഉണ്ട് അല്ലേ, മുൻപിൽ ലൈറ്റ്സ് കാണുന്നില്ലേ. പിന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സീറ്റ് ഉണ്ട്. പിന്നെ ഡ്രൈവർക്ക് ഓടിക്കണ്ടേ, ഡ്രൈവർക്ക് ഓടിക്കാനുള്ള സ്റ്റിയറിംഗ് ഉണ്ട്, ക്ലച്ച് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ഗിയർ ഉണ്ട്. അങ്ങനെ എന്തൊക്കെയുള്ള എല്ലാ പാർട്സും ഒന്ന് പറഞ്ഞു നോക്കിയാൽ എല്ലാവരും. അടുത്തത് കാറ് പറയുന്നത് നോക്കിയേ. എന്താ പറയുന്നത്? ഐ ഹാവ് ലൈറ്റ്സ്. വൈറ്റ് ലൈറ്റ്സ്. ഐ ഹാവ് ലൈറ്റ്സ്. എനിക്ക് ലൈറ്റുകളുണ്ട്. എന്താ കളറ് ലൈറ്റിൻ്റെ? വൈറ്റ് വെള്ള കളറുള്ള ലൈറ്റുകളുണ്ട്. ദ കാർ ഹാസ് 2 ലൈറ്റ്സ്. എത്ര ലൈറ്റ്സ് ഉള്ളത് കാറിന്? 2 ലൈറ്റ്സ് ആർ ദർ. ദേ ആർ വൈറ്റ് ഇൻ കളർ. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ലൈറ്റ്? ദേ ആർ വൈറ്റ് ഇൻ കളർ. ഓക്കെ, സോ ഐ ഹാവ് ലൈറ്റ്സ്, വൈറ്റ് ലൈറ്റ്സ്. ഇനി ദിസ് കാർ ഹാസ് മെനി പാർട്സ്. ക്യാൻ യു നെയിം ദം? ഈ കാറിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്നൊന്ന് നെയിം ചെയ്തേ. നമ്മൾ നേരത്തെ ബസ്സിന് നെയിം ചെയ്ത പോലെ പറഞ്ഞു നോക്കി. എല്ലാവരും പറഞ്ഞു നോക്കണം കേട്ടോ. എല്ലാവരും ഒച്ചത്തിൽ പറയണേ. ടയറുണ്ട്, വൈപ്പറുണ്ട്, ഗ്ലാസ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, മിറേഴ്സ് ഉണ്ട് അല്ലേ, ഡോസ് ഉണ്ട്. എല്ലാവരും പറഞ്ഞു നോക്ക്. ഓക്കെ, ഇനി എന്താ ബസ് പറയുന്നത് നോക്കി. ഐ റൺ ഫാസ്റ്റ്. ഞാൻ സ്പീഡിലോടുന്ന ബസ് പറയുന്നത് കണ്ടോ. ബസ് പറയലാണ് ഞാൻ സ്പീഡിലോടും. അപ്പം കാറും വിട്ടു കൊടുക്കില്ല അല്ലേ. കാറെന്താ പറയുന്നത്? മീ ടു, ഞാനും സ്പീഡിലോടും. മീ ടു, ഞാനും സ്പീഡിലോടും.
ബസ് പറഞ്ഞു ഐ റൺ ഫാസ്റ്റ്. അപ്പം കാറ് പറയാണ് മീ ടു, ഞാനും സ്പീഡിലോടും. ദ ബസ് റൺസ് ഫാസ്റ്റ്. ദ കാർ റൺസ് ഫാസ്റ്റ്. ബസ്സും സ്പീഡിലോടെയാണ്, കാറും സ്പീഡിലോടലാണ്. ഓക്കെ, ദ ബസ് റൺസ് ഫാസ്റ്റ്, ദ കാർ റൺസ് ഫാസ്റ്റ്. അടിയിൽ കൊടുത്തത് എന്താ വായിച്ച് നോക്കിയേ, കോളത്തിനുള്ളിൽ കൊടുത്തിട്ടുണ്ടോ? ദ കാർ ആൻഡ് ബസ് റൺ ഫാസ്റ്റ്. ഈസ് ഇറ്റ് ഗുഡ്? രണ്ടാളും ഭയങ്കര സ്പീഡിൽ പോകുന്നത് നല്ലതാണോ, സേഫാണോ അങ്ങനെ സ്പീഡിൽ പോകുന്നത്? അല്ല അല്ലേ, നമുക്ക് നോക്കാം എന്താ പറ്റുമെന്ന്. ഹോങ് ഹോങ്, ഹേ കാർ ഗിവ് വേ. ഹോങ് ഹോങ്, ബസ് ഹോൺ മുഴക്കിയിട്ട് പറഞ്ഞു ഹേ കാർ വഴിമാറ്, ഗിവ് വേ എന്ന് പറഞ്ഞു. ഹോങ് ഹോങ്, ഹേ കാർ ഗിവ് വേ. താഴെ എന്താ പറയുന്നതൊക്കെ? സ്റ്റോപ്പ് ഷൗട്ട്സ് ദ പോലീസ് ഓഫീസർ. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്. ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്. ഒച്ചത്തിൽ ആര്? പോലീസ് ഓഫീസർ പറഞ്ഞു സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. പക്ഷേ ബസ്സും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, കാറും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. എന്താ പറ്റിയിട്ടുണ്ടാവുക? കണ്ടോ, ബസ് കാറിനോട് യു മൂവ് എന്ന് പറഞ്ഞപ്പോൾ കാറെന്താ തിരിച്ച് പറയുന്നത്? ടൂട്ട് ടൂട്ട് യു മൂവ്. എന്താ പറഞ്ഞേ? ടൂട്ട് ടൂട്ട് യു മൂവ്. നീ മാറി നിൽക്ക്, ഞാൻ മാറില്ല. ഓക്കെ, സി പോലീസ് ഓഫീസർ കണ്ടോ? ആരാ പോലീസ് ഓഫീസർ? ആരാ അവിടെ നോക്കിയേ? ഇറ്റ്സ് എ ബെയർ. ബെയർ, ഓക്കെ, BEAR, ബെയർ. കരടിക്ക് ബെയർ എന്നാണ് പറയാം മക്കളെ. ഓക്കെ, ബിയർ എന്നല്ലേ, ബിയർ എന്ന് പറയുന്നത് തെറ്റാണ്. ഇറ്റ്സ് ബെയർ. ഓക്കെ, കരടിക്ക് ബെയർ എന്നാണ് പറയുക. ബെയറാണ് അവിടെ പോലീസ് ഓഫീസർ. ഓക്കെ, ഇനി എന്താ താഴെ കൊടുത്തിരിക്കുന്നത് വായിച്ചോക്കെ. വാട്ട് വിൽ ഹാപ്പൻ നൗ? എന്താ ഇനി സംഭവിക്കുക? നമുക്ക് നോക്കാം അല്ലേ എന്താ സംഭവിക്കുകയെന്ന്. കണ്ടോ, ദ ബസ് ആൻഡ് ദ കാർ ഹിറ്റ് ഈച്ച് അതർ. ബസ്സും കാറും കൂട്ടിയിടിച്ചു. കണ്ടോ, അവിടെ കൂട്ടിയിടിക്കുന്ന പോലെ ബസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അല്ലേ, കൂട്ടിയിടിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്തൊക്കെയോ തെറിച്ച് പോകുന്നുണ്ട്. നോക്കിയേ, പശുവും കോഴിയും എലിയൊക്കെ അതാ കണ്ണും ചെവിയൊക്കെ പൊത്തിപ്പിടിച്ച് നിൽക്കലാണ്. ഓക്കെ, ദ ബസ് ആൻഡ് ദ കാർ ഹിറ്റ് ഈച്ച് അതർ. അവിടെ എന്താ പറയുന്നത് നോക്കി. വേർ ഈസ് ദ പോലീസ് ഓഫീസർ? വാട്ട് വിൽ ദ പോലീസ് ഓഫീസർ ഡു? പോലീസ് ഓഫീസർ ഇപ്പോൾ എവിടെയുള്ളത്? വാട്ട് വിൽ ദ പോലീസ് ഓഫീസർ ഡു? എന്തായിരിക്കും പോലീസ് ഓഫീസർ ഇപ്പോൾ ചെയ്യുക? ബസ്സും കാറും കൂട്ടിയിടിച്ചു. ഇനിയിപ്പോൾ പോലീസ് ഓഫീസർ എന്തായിരിക്കും ചെയ്യുക? എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ എന്തായിരിക്കും ചെയ്യുക? അയ്യോ, കൂട്ടിയിടിച്ചിട്ട് എന്താ പറ്റിയേ? ഔച്ച് മൈ ഹോൺ. എന്താ പറ്റിയേ? ഔച്ച്. അയ്യോ എന്ന് പറയില്ലേ, അതാണ് ഔച്ച് എന്ന് പറഞ്ഞാൽ കേട്ടോ. OUCH എന്ന് കൊടുത്തിട്ടുണ്ടോ? ഔച്ച്. അയ്യോ, എൻ്റെ ഹോൺ പോയി. ആരാ പറയുന്നത്? ബസ്സിൻ്റെ ഹോൺ പൊട്ടിപ്പോയി. ദ ഹോൺ ഫെൽ ഡൗൺ. ദ ഹോൺ ഫെൽ ഡൗൺ. പിന്നെന്താ പറ്റിയേ? ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ. കാറിൻ്റെ ലൈറ്റും താഴെ പോയി, ബസ്സിൻ്റെ ഹോണും താഴെ പോയി. ഓക്കെ, ഓ മൈ ലൈറ്റ്. കാറിന് സങ്കടമായി അല്ലേ. ഓ എൻ്റെ ലൈറ്റും പോയി. ഓ മൈ ലൈറ്റ്. നോക്കി, കാറിന് ഒറ്റ കണ്ണായി, ഒരു കണ്ണ് പോയി അല്ലേ, ഒരു ലൈറ്റ് പോയി. നോക്ക്, ബസ്സിൻ്റെ ഹോണും പോയി, കാറിൻ്റെ ലൈറ്റും പോയി. ഓക്കെ, ഇനി താഴെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തത് വായിച്ച് നോക്കിയേ. വാട്ട് ഹാപ്പൻ ടു ദ ബസ് ആൻഡ് വാട്ട് ഹാപ്പൻ ടു ദ കാർ? എന്താ പറ്റിയേ? ബസ്സിന് എന്താ പറ്റിയേ? ദ ബസ്സിൻ്റെ എന്താ താഴെ പോയത്? ഹോൺ ഫെൽ ഡൗൺ. ദ ബസ് ഹോൺ ഫെൽ ഡൗൺ. കാറിൻ്റെയോ? ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ അല്ലേ. എന്നിട്ടും രണ്ടാളും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അല്ലേ. എന്താ ബസ് പറയുന്നത് നോക്കിയേ. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഇത് നിൻ്റെ മിസ്റ്റേക്കാണെന്നാണ് ബസ് പറയുന്നത്. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. കാറും വിട്ടുകൊടുക്കില്ല. കാറെന്താ പറയുന്നത്? നോ, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഇത് എൻ്റെ മിസ്റ്റേക്ക് അല്ല, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഇത് നിൻ്റെ മിസ്റ്റേക്കാണെന്നാണ് കാറും പറയുന്നത് അല്ലേ. ദ ബസ് ഈസ് ആംഗ്രി. ദ ബസ് ഈസ് ആംഗ്രി. ANGRY, ആംഗ്രി. ദേഷ്യത്തിലാണ്. ബസ്സിന് ദേഷ്യമാണ്. പിന്നെയോ, ദ കാർ ഈസ് ഓൾസോ ആംഗ്രി. കാറിനും ദേഷ്യമായി. രണ്ടാക്കും ദേഷ്യമായി അല്ലേ. ദ ബസ് ഈസ് ആംഗ്രി, ദ കാർ ഈസ് ഓൾസോ ആംഗ്രി. കാറിനും ദേഷ്യം വന്നു. നോക്കി എങ്ങനെയാണ് പറഞ്ഞത് നോക്കി. ദ ബസ് ഈസ് ആംഗ്രി, ദ കാർ ഈസ് ഓൾസോ ആംഗ്രി. കാറിനും ദേഷ്യം വന്നു എന്ന് പറയുമ്പോൾ അവിടെ ഓൾസോ കൂട്ടി. ഓക്കെ, ചെറിയ ചെറിയ സെൻറ്റൻസാണ് നിങ്ങൾ പഠിക്കണം കേട്ടോ.
എന്താ പറയുന്നത് നോക്കി, അതിലെന്താ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നോക്കി. വൈ ഈസ് ദ ബസ് ആംഗ്രി? ബസ് എന്തിനാ ദേഷ്യം വന്നത്? ബസ്സിന് എന്തിനാ ദേഷ്യം വന്നത്? ദ ബസ് ഈസ് ആംഗ്രി ബിക്കോസ് ഇറ്റ്സ് ഹോൺ ഫെൽ ഡൗൺ അല്ലേ. വൈ ഈസ് ദ കാർ ആംഗ്രി? ദ കാർ ഈസ് ആംഗ്രി ബിക്കോസ് ഇറ്റ്സ് ലൈറ്റ് ഫെൽ ഡൗൺ. ഇനി നോക്കിയേ, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ആരാ അത് പറഞ്ഞത്? കാറാണോ? അല്ല. ഈ ഇവിടെ പറഞ്ഞത് ഈ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് എന്ന് ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ പോലീസ് ഓഫീസറാണല്ലേ. അതുകൊണ്ടാണ് നോക്കിയേ തൊട്ട് താഴെ ബസ് പറയുന്ന ഐ ആം സോറി സാർ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ പോലീസുകാരൻ പറയലാണ് ബസ്സിനോട് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. അപ്പോൾ ബസ് പറഞ്ഞു ഐ ആം സോറി സാർ, എന്നോട് ക്ഷമിക്കണം സാറേ, ഇത് നിൻ്റെ മിസ്റ്റേക്കാണെന്ന് പോലീസുകാരൻ പറഞ്ഞപ്പോൾ ബസ് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം സാർ, ഐ ആം സോറി സാർ. എന്നിട്ട് പോലീസുകാരൻ എന്താ കാറിനോട് പറഞ്ഞേ നോക്കിയേ, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു. ഇത് നിൻ്റെയും കൂടെ മിസ്റ്റേക്കാണ്. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു. ഇത് നിൻ്റെയും കൂടെ മിസ്റ്റേക്കാണെന്ന് പറഞ്ഞു പോലീസ് അല്ലേ. അപ്പോൾ കാറും പറഞ്ഞു സോറി സാർ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കാറിൻ്റെയും തെറ്റാണ് ബസ്സിൻ്റെയും തെറ്റാണെന്ന് പോലീസ് പറഞ്ഞു. രണ്ടാളും അത് ആക്സെപ്റ്റ് ചെയ്തു അല്ലേ. ഓക്കെ, ഇനി താഴെ നോക്കി രണ്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ. ഹൂ മെയ്ഡ് എ മിസ്റ്റേക്ക് ഓൺ ദ റോഡ്? ആരാ അവിടെ മിസ്റ്റേക്ക് ചെയ്തത്? റോഡിൽ ആരാ മിസ്റ്റേക്ക് ചെയ്തത്? കാറാണോ അല്ലെ ബസ്സാണോ? അല്ലെങ്കിൽ രണ്ടുപേരുമാണോ ചെയ്തത്? നിങ്ങൾ പറഞ്ഞേ. വെരി ഗുഡ്, രണ്ടുപേരും മിസ്റ്റേക്ക് ചെയ്തു അല്ലേ. ബോത്ത് ദ ബസ് ആൻഡ് ദ കാർ മെയ്ഡ് എ മിസ്റ്റേക്ക് ഓൺ ദ റോഡ്. ബോത്ത് ദ ബസ് ആൻഡ് ദ കാർ മെയ്ഡ് മിസ്റ്റേക്ക് ഓൺ ദ റോഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡസ് ദ പോലീസ് ഓഫീസർ സേ? പോലീസ് ഓഫീസർ എന്താ രണ്ടാളോടും പറഞ്ഞേ? പോലീസ് ഓഫീസർ പറഞ്ഞു ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് അല്ലേ. ദ പോലീസ് ഓഫീസർ ടോൾഡ് ബോത്ത് ദ ബസ് ആൻഡ് ദ കാർ ദാറ്റ് ഇറ്റ് ഈസ് ദെയർ മിസ്റ്റേക്ക് അല്ലേ. രണ്ടാളുടെയും തെറ്റാണെന്നാണ് പോലീസ് ഓഫീസർ പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് നോക്കിയേ, ഹിയർ ഈസ് യുവർ ഹോൺ. ഇതാ നിൻ്റെ ഹോൺ എന്ന് പറഞ്ഞിട്ട് ആരാ? മങ്കി ബസ്സിനെ ഹെൽപ്പ് ചെയ്തു അല്ലേ. മങ്കി ബസ്സിൻ്റെ ഹോൺ ഫിക്സ് ചെയ്ത് കൊടുത്തു. നോക്കിയേ, അതിനുശേഷമുള്ള രണ്ട് ചോദ്യം കണ്ടോ നിങ്ങൾ? എന്താ ചോദ്യം? ഹൂ ഹെൽപ്സ് ദ ബസ്, ഹൂ ഹെൽപ്സ് ദ കാർ. രണ്ട് ചോദ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ബസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹൂ ഹെൽപ്സ് ദ ബസ്? ദ മങ്കി ഹെൽപ്ഡ് ദ ബസ്. ഓക്കെ, ബസ്സിനെ ആരാ ഹെൽപ്പ് ചെയ്തത്? മങ്കി. ദ മങ്കി ഹെൽപ്ഡ്, HELPED. ദ മങ്കി ഹെൽപ്ഡ് ദ ബസ്. ഹിയർ ഈസ് യുവർ ലൈറ്റ്. ആരാ ചെയ്ത് കൊടുത്തേ? കൗ അല്ലേ. ദ കൗ ഹെൽപ്ഡ് ദ കാർ. ഹിയർ ഈസ് യുവർ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൗ കാറിന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. കൗ കാറിൻ്റെ ഫിക്സ് ചെയ്ത് കൊടുത്തു ലൈറ്റ് അല്ലേ. സോ ഹൂ ഹെൽപ്പ് ദ കാർ എന്ന് ചോദിച്ചാൽ ദ കൗ ഹെൽപ്പ് ദ കാർ. എന്നിട്ട് നോക്കിയേ, അതിൻ്റെ അടിയിൽ എന്താ പറയുന്നത്? ദ ഹോൺ ഈസ് റെഡി, ദ ലൈറ്റ് ഈസ് റെഡി, ദ ബസ് ആൻഡ് ദ കാർ ആർ ഹാപ്പി. ഹോണും റെഡിയായി, ലൈറ്റും റെഡിയായി. അങ്ങനെ ബസ്സും കാറും സന്തോഷത്തിലായി, രണ്ടാളും ഹാപ്പിയായി. അങ്ങനെ താങ്ക് യു സാർ എന്ന് പറയുന്നത് കണ്ടോ? കാറ് താങ്ക് യു സാർ എന്ന് പറഞ്ഞ കാറും ബസ്സും രണ്ടാളും താങ്ക് യു സാർ എന്ന് പറഞ്ഞ പോലാണ്. ഓക്കെ, ബസ് അതാ പറയുന്നത് ബൈ സാർ എന്ന് പറഞ്ഞു ബസ് അല്ലേ. അപ്പോൾ പോലീസ് ഓഫീസർ എന്താ പറഞ്ഞത്? ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. ഇതിനി റിപ്പീറ്റ് ചെയ്യരുത്, ഇതിനി ആവർത്തിക്കരുത്. ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. അടിയിലത്തെ ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ? വിൽ ദേ ഗോ ഫാസ്റ്റ് നൗ? വിൽ ദേ ഗോ ഫാസ്റ്റ് നൗ? സ്പീഡിൽ പോവുക ഇനി. ഫാസ്റ്റ് എന്ന് പറഞ്ഞാറില്ലേ സ്പീഡിൽ. അവരിനി സ്പീഡിൽ പോവുമായിരിക്കുമോ കാറും ബസ്സും? ഇല്ല അല്ലേ. അവർ ഇനി എന്തായാലും സ്പീഡിൽ പോവില്ല, കാരണം അവർക്ക് ആക്സിഡൻറ്റ് പറ്റി അല്ലേ. അങ്ങനെ അവരുടെ ആക്സിഡൻ്റ് എല്ലാം കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞെല്ലാം ഫിക്സ് ചെയ്ത് കിട്ടി, ഹോണും ലൈറ്റൊക്കെ ഫിക്സ് ചെയ്ത് കിട്ടി. അതിന് ശേഷം അവർക്ക് രണ്ടാൾക്കും അവരുടെ തെറ്റ് മനസ്സിലായി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സോറിയൊക്കെ പറഞ്ഞിട്ട് നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. നോക്കിയേ, എന്താ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് പോകുന്നത് നോക്കിക്കോളേ. ഗ്രീൻ ട്രീസ്, ഗ്രീൻ ട്രീസ്, യു ആർ സോ നൈസ്, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. Bluebirds, bluebirds, you are so nice, I am so happy to see you all. എന്താ പറയുന്നത്? ഗ്രീൻ ട്രീസ്,
നല്ല ഗ്രീൻ കളറുള്ള മരങ്ങളുണ്ടല്ലേ, പച്ച കളറുള്ള മരങ്ങളെ നിങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. യു ആർ സോ നൈസ്, നിങ്ങൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഐ എം സോ ഹാപ്പി, ഞാൻ വളരെ ഹാപ്പിയാണ് നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ടു സീ യു ഓൾ, നിങ്ങളെ കാണാൻ ഞാൻ വളരെ ഹാപ്പിയാണ്. അത് തന്നെ ബ്ലൂ ബേർഡ്സിനോട് പറയുന്നത്. മേലെ കണ്ടോ 2 ബ്ലൂ ബേർഡ്സ് പറക്കുന്നത് കണ്ടോ? ബേർഡ്സിനോട് എന്താ പറയുന്നത്? ബ്ലൂ ബേർഡ്സ് യു ആർ സോ നൈസ്, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഐ എം സോ ഹാപ്പി, ഞാൻ വളരെ ഹാപ്പിയാണ്. എന്തിന്? ടു സീ യു ഓൾ. ആ പാട്ട് തന്നെയാണ് രണ്ടാളും പാടുന്നത്. ആര്? ബസ്സും പാടുന്നു, കാറും പാടുന്നു അല്ലേ. രണ്ടാളും ഹാപ്പിയായിട്ട് 2 വഴിക്ക് പോയി. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങളെന്താ മനസ്സിലാക്കിയ മക്കളെ? നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊന്നും അടി കൂടാൻ പാടില്ല അല്ലേ. നോക്കിയേ, അടി കൂടിയപ്പോൾ എന്താ പറ്റിയത്? കാറിനും അപകടം പറ്റി, ബസ്സിനും പറ്റി അല്ലേ. ഇനി കുറേ വേർഡ്സ് കണ്ടോ അവിടെ? ഡ്രോ എ സർക്കിൾ അറൗണ്ട് ദ വേർഡ്സ് യു ക്യാൻ റീഡ്. വായിച്ച് നോക്കിയേ, ഓരോ വേർഡായിട്ട് വായിച്ച് നോക്കിയേ. BUS എന്താ വായിക്കുക? ബസ് അല്ലേ. ROAD റോഡ്. COW കൗ. HORN ഹോൺ. FAST പറഞ്ഞേ, ഫാസ്റ്റ്. വെരി ഗുഡ്. READY റെഡി. പിന്നെ MOVE മൂവ്. VAN വാൻ. STOP സ്റ്റോപ്പ്. LIGHT ലൈറ്റ്. SORRY സോറി. JEEP ജീപ്പ്. CRASH ക്രാഷ്. LORRY ലോറി. SING സിംഗ്. POLICE പോലീസ്. BELL ബെൽ. RUN റൺ. TYRE ടയർ. THREE ത്രീ. RED റെഡ് അല്ലേ. RED റെഡ്. BLACK ബ്ലാക്ക്. BLUE ബ്ലൂ. WHITE വൈറ്റ്. ONE വൺ. WHEEL വീൽ. COLOUR കളർ. MISTAKE മിസ്റ്റേക്ക്. PINK പിങ്ക്. SLOW സ്ലോ. ഓക്കെ, എല്ലാവരും വായിച്ച് നോക്കണേ. ഇനി താഴെ തന്നിട്ട് വായിച്ച് നോക്കിയാൽ എന്താ? പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. നമ്മൾ ക്യാരക്ടർ ഈ സിനിമ നമ്മളിപ്പോൾ കണ്ട സ്റ്റോറി ഉണ്ടല്ലോ, ഈ സ്റ്റോറിയിൽ വന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഏതൊക്കെ ക്യാരക്ടേഴ്സാണ് വന്നത്? ബസ്സില്ലേ ഉണ്ട്, കാറുണ്ട്, ബെയറുണ്ട്, മങ്കി ഉണ്ട്, പോലീസ് ഓഫീസറുണ്ട്, പിന്നെയോ കൗ ഉണ്ട്, പശു ഉണ്ട്, മൗസ് ഉണ്ട്, എലിയുണ്ട്, ഹെന്നുണ്ട്, ഡക്ക് ഉണ്ട് അല്ലേ. ഇനി ഇല്ലാത്തത് ആരൊക്കെയാണ് നോക്കിയേ? ജീപ്പുണ്ടോ ചിത്രത്തിൽ? നമ്മൾ പഠിച്ച പാഠത്തിൽ ചിത്രത്തിൽ എവിടെയെങ്കിലും ജീപ്പിനെ കണ്ടോ? ഇല്ല. ക്രോ ഇല്ല. ബേർഡ്സ് ഉണ്ട്, പക്ഷെ ക്രോ ഇല്ല അല്ലേ. എന്തൊക്കെയോ ബേർഡ്സിനെ കാണാനുണ്ട്, പക്ഷേ ക്രോ അല്ല. ഗോട്ടില്ല, ഡോഗില്ല, ക്യാറ്റില്ല, റാബിറ്റില്ല, പാരറ്റും ഇല്ല. ഓക്കെ മക്കളെ, അപ്പോൾ താങ്ക് യു. ഈ പാഠം കഴിഞ്ഞ് എല്ലാവരും നല്ലോണം കുറേ പ്രാവശ്യം വായിച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, സീ യു. ബൈ മക്കളെ.